ഹലോ, ഞാൻ അച്ചൂട്ടിയാണേ. മണി 5 ആവാൻ പോണു. നിങ്ങൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന യന്ത്രങ്ങൾ അനങ്ങണേന് മുമ്പ് തീരുമാനത്തിൽ വല്ല മാറ്റം ഉണ്ടോന്ന് അറിയാനാ. എന്തേ എന്റെ തീരുമാനം വിളിച്ചു ചോദിക്കാൻ നീ ആരടാ പുല്ലേ? പുല്ലും കല്ലും തരം തിരിക്കേണ്ട നേരമല്ല ശ്രീകുട്ട ഇത്. നീ വേദനിക്കേണ്ടി വരും. എന്താ? അതെ, ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്ന് നടു റോഡിൽ ഇറങ്ങാൻ പോവുക. അവരെ ഓർത്ത് ഒരുപാട് തള്ളയും തന്തയും കരയുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ന് നീയും കരയും, നിന്റെ കുഞ്ഞിന് വേണ്ടി. അതിപ്പോ എവിടെയാണെന്ന് നിനക്കറിയാമോ? കാണില്ല. ഇനി നിന്റെ കുഞ്ഞിനെ നീ കാണില്ല. താൻ പറയുന്നു വളരെ മോശപ്പെട്ടൊരു കാര്യം, വൃത്തികെട്ട ഏർപ്പാട്. പക്ഷെ എനിക്കത് ചെയ്യേണ്ടി വന്നു. ആ കോളനിയിലെ ഒരു കുഞ്ഞിനെ നീയായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ തന്തയായിട്ട് അവിടുന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ നിന്റെ പുന്നാര മോളുടെ ശവം ഏത് കായലിൽ മുങ്ങി തപ്പണമെന്ന് പിന്നെ ഞാൻ വിളിച്ചു പറയും. ഇപ്പൊ അത് ജീവനോടുണ്ടടാ. കേട്ടോ, കുഞ്ഞുമോളെ, വല്യച്ഛൻ പറഞ്ഞു തന്നതുപോലെ കരഞ്ഞുകൊണ്ട് പറയണേ. കൊല്ലും. വേണ്ടാന്ന് പറയച്ചാ. വേണ്ടാന്ന് പറ. എന്റെ മോള് ആ തെണ്ടിയുടെ കയ്യില. അവൻ അതിനെ കൊല്ലുമെന്ന്. തീരുമാനം അറിയിക്കാൻ വൈകണ്ട ശ്രീകുട്ട. ശ്രീകുട്ടനല്ല, എന്റെ അച്ഛനാ. കാര്യങ്ങളൊക്കെ ഞാൻ പുന്നാര മോനോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് കടുങ്കൈ ചെയ്യിക്കല്ലേ. കോളനിയുടെ കാര്യത്തിൽ അവിടുത്തെ താമസക്കാരുമായി നിങ്ങൾ ഒരു ധാരണയിലെത്തിയേ തീരൂ. അതിന് തയ്യാറായി തൽക്കാലം ഇടിച്ചു നിരത്താനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ എല്ലാവർക്കും നല്ലത്. അല്ലേ ദുഃഖിക്കേണ്ടി വരും. നിർത്ത്. എരപ്പകളെ തൽക്കാലം കെട്ടിയെടുക്കണ്ടെന്ന് മേനോ സാർ പറഞ്ഞു. എന്റെ മോള് അവൻ ആവശ്യപ്പെട്ടതുപോലെയൊക്കെ നമ്മൾ ചെയ്തല്ലോ. എന്നിട്ടും എല്ലാത്തിനും കാരണക്കാരൻ അച്ഛനാ. അച്ഛനും അച്ഛനാ തെണ്ടി. മോള് പൊയ്ക്കോ. വല്യച്ഛൻ വേണ്ട, മോള് പൊയ്ക്കോ. മോളെ നിക്കണേ അവിടെ. രജനി പുറപ്പെട്. മാനവും മര്യാദയായിട്ട് ജീവിക്കണമെങ്കിൽ ഇനി നമ്മൾ വേറെ സ്ഥലം നോക്കണം. നീ എന്തൊക്കെയായി പറയണേ? ഇന്ന് അവൻ ഇത്രയും ചെയ്തു. നാളെ ഇവിടെ കയറി വന്ന് നമ്മളെയൊക്കെ ചവിട്ടി പുറത്താക്കി ഇവിടെ താമസാക്കും അവൻ. അരുതെന്ന് പറയും നാവ് പൊന്തു ഈ മനുഷ്യന്. എടാ, നിന്റെ അച്ഛനാണിത്. എന്റെ മാത്രമല്ല, ഇനി ആരൊക്കെ എവിടെ നിന്നൊക്കെ അവകാശം പറഞ്ഞ് വരാനുണ്ടെന്ന് അങ്ങനെയോട് ചോദിക്കേ. ശ്രീകുട്ട, വികാരമല്ല ഇവിടെ വേണ്ടത്, വിവേകമാണ്. നീ ആരോടെ സംസാരിക്കാന്നറിയാമോ? മിണ്ടി പോരുത്. കളിച്ച് കളിച്ച് എന്റെ കൊച്ചിന്റെ ജീവൻ വെച്ചാ കളിച്ചത്. തന്റെയൊക്കെ ഉപദേശം കൊണ്ട് അയാൾ ഈ കാര്യം ഇവിടം വരെ എത്തിച്ചത്. വാടി, അമ്മ വരുന്നുണ്ടോ? ഇനി വീട്ടിൽ മനസ്സമാധാനമായിട്ട് കഴിയാന്ന് വിചാരിക്കണ്ട. വാ. ക്ഷമിക്കുക മച്ച, ആരല്ല
രുക്മിണി, നിനക്കും പോണമെന്നുണ്ടോ? ഇതുവരെ ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഈ കേൾക്കണേലൊക്കെ വല്ല സത്യമുണ്ടോ? ഉണ്ട്. എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള എന്റെ നെട്ടോട്ടത്തിനിടയ്ക്ക് ഞാനൊരു ജീവിതം ചവിട്ടി തേച്ചു. പുല്ലൂരമ്പാറല്ലേ കുഞ്ഞിലക്ഷ്മി. അപ്പോ അച്ഛനും കുട്ടി എന്റെ മോന. എങ്ങനെയൊക്കെ ഞാൻ തള്ളി പറഞ്ഞാലും കുഞ്ഞിലക്ഷ്മി പെറ്റ എന്റെ മോൻ. എന്നെ മനസ്സിലായി കാണില്ല. നിന്നെ എനിക്കറിയാം, നന്നായിട്ടറിയാം. ശ്രീനിലേത്തി കയറി വന്നില്ലേ, അന്ന് മുതൽ എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് നിന്റെ ഈ മുഖം, നിന്റെ എല്ലാ വിഷമവും വേദനയും ഒക്കെ. ശ്രീകുട്ടന്റെ അമ്മ, തുറന്നു പറയാൻ ഒരു മടിയില്ല എനിക്ക്. ആ മനുഷ്യൻ, നിന്റെ അച്ഛൻ, വീണിരിക്കുന്നു നിലയില്ലാത്ത വെള്ളത്തില്. ഇനി അവിടെ ഇട്ട് ചവിട്ടരുത്. കഴിഞ്ഞ 10-28 കൊല്ലായിട്ട് ആ കാൽ ചുവട്ടില എന്റെ ജീവിതം. എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ കണ്ണടയുന്നത് ആ മടിയിൽ കിടന്നാവണമെന്ന് എന്നും പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. നീയായിട്ട് എന്റെ നെറ്റിയിലെ സിന്ദൂരം മായ്ക്കല്ലേ മോനെ. നിന്നെ പെറ്റില്ലേലും നിന്റെ സഹോദരങ്ങളെ പെറ്റില്ലേ. ഞാൻ നിനക്ക് അമ്മയാണ്. അമ്മയുടെ വിലയും വേദനയും നല്ലോണം അറിയാവുന്ന നിന്നോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനി അദ്ദേഹത്തെ വേദനിപ്പിക്കല്ലേ. അപ്പൊ മേരി എന്നെ ചലിച്ചിട്ടില്ലല്ലേ? നീയാണ് മോളെ പെൺകുട്ടി. മേരി, സമയമായി. മേരിയെ, മണി 12 12:30 വണ്ടി. ഒന്ന് വേഗമാവട്ടെ. വേണം കൂട്ടാതെ മനുഷ്യ, ഇതൊക്കെ ഒന്ന് കെട്ടിയെടുക്കട്ടെ. എടുത്തോ, ഒറ്റ പൈസ പോലും ബാക്കി വെക്കണ്ട. ഒരരിക്ക് 2 കഴിച്ചില്ലേ? ഒരു പച്ചക്ക് 2 പേടിയോ? എന്റെ കർത്താവേ, എല്ലാം പോയല്ലോ. വായിച്ചു കൊടുക്കേ. യോഹന്നാൻ ചേട്ടന്റെ മനസ്സൊന്ന് കുളിർക്കട്ടെ. യോഹന്നാൻ ചേട്ടനും മറ്റു നാട്ടുകാരും അറിയുന്നതിന് ചറവ പശുവായി ജീവിച്ചു മടുത്തു. എന്റെ ചേട്ടന്റെ കിട്ടാവുന്നിടത്തോളം സമ്പാദ്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ കുറച്ചു പോവുകയാണ്. ഇനിയുള്ള കാലം ഞങ്ങൾ എവിടെയെങ്കിലും ഉല്ലാസയാത്രകൾ നടത്തി ജീവിച്ചോളാം. സസ്നേഹം മേരിയും പൊറിഞ്ചു. LP നാദച്ചേട്ടനും കുഞ്ഞൻ പോലീസും ഞങ്ങളോട് പ്രത്യേകം ക്ഷമിക്കുമല്ലോ. ഞാൻ ഇത്രയും കാലം സമ്പാദിച്ചു കൂട്ടിയതെല്ലാം എടുത്ത് എന്റെ പെങ്ങളെയും കൊണ്ട് നീ പോയല്ലോ. നീ മുടിഞ്ഞു പോവുള്ളൂ.
ശ്രീകുട്ടനെ പോയി ഒന്ന് വിളിക്കണ്ടേ? അവൻ വരില്ല. വരും. കുട്ടിക്കാലം മുതലുള്ള അവന്റെ പിടിവാശി നമുക്കറിയാവുന്നതല്ലേ. ശരി, തോറ്റത് ഞാനാണല്ലോ. ഇനിയും തോക്കാൻ നല്ലത് ഞാൻ തന്നെയാണ്. ബുദ്ധിരാക്ഷസന് എം.ആർ. സ്മനന്റെ പ്രിയപുത്രൻ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ. നീ എന്നോട് പറഞ്ഞല്ലോ കോളനി ഒഴിപ്പിക്കൽ, എയർ ഫാക്ടറി തുടങ്ങൽ, ഇതിനൊക്കെ ഞാൻ നിന്റെ കൂടെ നിൽക്കും. പക്ഷേ കാര്യം അതല്ല. അവൻ അച്യുതൻകുട്ടി ശ്രീനിലയത്തിക്കര് സെറ്റപ്പ് ആയാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടിക്കണക്കുള്ള നിന്റെ അച്ഛന്റെ സ്വത്തുക്കൾ അഥവാ നിന്റെ സ്വത്തുക്കൾ പുല്ലുപോലെ അവന്റെ കൈ വരും. അവൻ അതിനാ വന്നതും. അവൻ അവിടെ കിടന്ന് വിലസും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ദേ നീ ഈ വർമ്മയെ ഇങ്ങനെ വിളിച്ചോ. യുദ്ധമാണ്, ആലോചിക്കുക. പക്ഷേ സമയമെടുക്കരുത്. പെട്ടെന്ന് ആലോചിച്ച് തള്ളുക, ആയുധമെടുക്കുക. മനസ്സിലാവുന്നുണ്ട്? ഒന്ന് തെളിച്ചു പറ. ഒന്ന് തള്ളിക്കളയണം. ആറ്റിലോ കടലിലോ റെയിലിലോ എവിടെയാന്ന് വെച്ചാൽ എന്റെ ഒരു ലൈൻ അതാ. നമുക്ക് വേണ്ടവരെ കയ്യിലെടുക്കണം, വേണ്ടാത്തവരെ കഴുത്തിഞ്ഞിരിക്കണം. കേറി കേറി നീ ഇവിടെയും കേറിയല്ലടാ എന്റെ കുഞ്ഞിനെ. വിടാൻ വർമ്മ സാറിന് വിടാനാ പറഞ്ഞു. മോനെ, വിളിച്ചപ്പോഴൊക്കെ വിളി കേട്ടിട്ടുണ്ട്. എന്നത് വേണ്ടാന്ന് തോന്നിയോ? അന്ന് ഇറങ്ങിയില്ലേ? പിന്നെ എന്തിനാ ഇവിടെയും കയറി വന്നത്? സഹിച്ചെടുത്തോളം നാണക്കേടൊക്കെ മതി. പണ്ടൊരു അച്ഛനുണ്ടായിരുന്നു, ഇപ്പൊ അതിന്റെ മനസ്സിൽ പോലും ഇല്ല. മോളെ, കൊണ്ട് പോടി അവിടുന്ന്. അച്ഛൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അവനെ ഒന്ന് കാണണം, അച്യുതൻകുട്ടിയെ. വരാൻ പറഞ്ഞത് എണ്ണി എണ്ണി പറഞ്ഞ് തല്ലാനാണെങ്കിൽ ഇവിടെ കണ്ടു നിൽക്കാൻ ആളില്ല. മറ്റൊന്ന് ചെയ്യാൻ, കഴുത്ത് ഞെരിച്ച് കടലിലെറിയാൻ. അതിനു മുമ്പ് ഇതൊന്ന് ഒഴുക്കിക്കളയണം. എന്നോ ഞാൻ വിതച്ച തീയിൽ എരിഞ്ഞെരിഞ്ഞ് ഇത്രയുമായി ഞാൻ ആറ്റുനോറ്റ് നെഞ്ചിക്കൊണ്ടുകിടന്നതെല്ലാം പടിയിറങ്ങിപ്പോയി. ഇനി പോകാൻ ഈ നെഞ്ചിലെ ഇത്തിരി ചൂട് മാത്രമേ ബാക്കിയുള്ളൂ. തെറ്റുപറ്റിപ്പോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. നമുക്കിത് ഒഴുക്കാം, പക്ഷെ ഏത് ഗംഗയിൽ ഒഴുക്കും? എന്റെ പാവങ്ങൾ ഒരു ഈശ്വരന്മാരും പൊറുക്കില്ല. ഞാൻ ആരോടും ആവശ്യപ്പെടുകയില്ല. പക്ഷെ നിന്നോട് ആവശ്യപ്പെട്ട പുറം കാലോട്ട് തട്ടു. പറ, മനസ്സിലെങ്കിലും പറ. പുറത്തു ഞാൻ പൊറുക്കാം. പക്ഷെ പൊറുക്കാത്ത ഒരു മനസ്സ് എന്നും ബാക്കി നിൽക്കും. ആ ശാപവും പേറി വേണം എനിക്ക് മരിക്കാൻ. നീ വിശ്വസിക്കും, ഞാൻ നിന്റെ അച്ഛനാ, നിന്റെ അമ്മയെ അംഗീകരിച്ചവനാ. സകല ദൈവങ്ങളെ സാക്ഷി നിർത്തി കുഞ്ഞുലക്ഷ്മിയുടെ കർമ്മം നമുക്ക് ചെയ്യണം. ഇനിയെങ്കിലും അവള് ശാന്തമായി ഉറങ്ങട്ടെ.
മോനെ, എന്റെ മോൻ ഇനി എന്ത് വേണം ചോദിക്കാൻ? പുല്ലൂരാൻ പാറയ്ക്കുള്ള ആദ്യത്തെ വണ്ടിക്ക് എനിക്ക് പോണം. ഇനി ഈ വഴിക്ക് ഒരിക്കലും പോട്ടെ. പോരാ, നിന്നെ വെറും കൈയോടെ പറഞ്ഞയച്ച അച്ഛൻ മരിക്കുമ്പോ കണ്ണടയില്ല മോനെ. ചോദിക്ക. എന്തും ചോദിക്കാമോ? എന്തും ചോദിക്കാം. ആ കോളനിയിലെ ആൾക്കാർ പാവങ്ങളാണ്. അവരായിരുന്നു ഇത്രയും നാളും എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കുടുംബം. ഇനിയും അവരെ വേദനിപ്പിക്കരുത്. അവരുടെ കൂരകളിൽ സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ. എന്റെ ആദ്യത്തെ സമ്പാദ്യമാണ് ആ കോളനി. അത് നിനക്കുള്ളതാ. ഇഷ്ടം പോലെ ചെയ്യാം. പോട്ടെ.